ഒരു രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും ഭാവി തലമുറയിലേക്ക് എത്തുന്നത് പ്രധാനമായും പാഠപുസ്തകങ്ങളിലൂടെയാണ്. കുട്ടികൾ എന്താണ് പഠിക്കുന്നത്, അവർ എങ്ങനെ ചരിത്രത്തെ മനസ്സിലാക്കുന്നു എന്നതിലാണ് ഒരു രാജ്യത്തിന്റെ ഭാവി കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നത്. എന്നാൽ ഈ പാഠപുസ്തകങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുമ്പോൾ, ചരിത്രരേഖകളിൽ പുതിയ വ്യാഖ്യാനങ്ങൾ ചേർക്കപ്പെടുമ്പോൾ, സത്യമാണോ പഠിപ്പിക്കുന്നത് അതോ പ്രത്യേക കാഴ്ചപ്പാടാണോ വിദ്യാർത്ഥികൾക്ക് മുന്നിലെത്തുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്ത് വലിയ വിവാദമായി മാറിയത് NCERT പാഠപുസ്തകത്തിൽ വന്ന ഒരു മാറ്റമാണ്. മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രശസ്തമായ ഡാൻസിംഗ് ഗേൾ വെങ്കല ശില്പത്തിന്റെ ചിത്രം മാറ്റിയാണ് പുതിയ പാഠപുസ്തകം പുറത്തിറക്കിയത്. ഏകദേശം 45,000 വർഷം പഴക്കമുള്ള ഈ ശില്പം ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകങ്ങളിലൊന്നാണ്. വർഷങ്ങളായി NCERT പാഠപുസ്തകങ്ങളിൽ ഈ ശില്പത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പുതിയ പതിപ്പിൽ ശില്പത്തിന്റെ ശരീരഭാഗങ്ങൾ മറച്ച നിലയിൽ ഒരു പരിഷ്കരിച്ച ചിത്രമാണ് ഉൾപ്പെടുത്തിയത്. ഇതോടെ ചിത്രകാരന്മാരും ചരിത്രകാരന്മാരും കലാവിമർശകരും അധ്യാപകരും വിമർശനവുമായി രംഗത്തെത്തി. ചരിത്രത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിക്കേണ്ടതല്ലേ? പ്രാചീന കലാസൃഷ്ടികളെ ഇന്നത്തെ സാമൂഹിക കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മാറ്റുന്നത് ശരിയാണോ? ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു. സോഷ്യൽ മീഡിയയിലും വിഷയത്തിൽ കടുത്ത ചർച്ചകൾ നടന്നു. ഒടുവിൽ പ്രതിഷേധം ശക്തമായതോടെ NCERT യഥാർത്ഥ ചിത്രം വീണ്ടും ഉൾപ്പെടുത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ NCERT പാഠപുസ്തകങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇതാദ്യമായല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി മാറ്റങ്ങൾ രാജ്യവ്യാപക ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു മുഗൾ ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ സംഭവം. 12ാം ക്ലാസ് ചരിത്ര പാഠപുസ്തകത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനം, രാജകീയ കോടതികൾ, സാംസ്കാരിക സംഭാവനകൾ തുടങ്ങിയ ചില ഭാഗങ്ങൾ ചുരുക്കിയെന്നും ഒഴിവാക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വിമർശകർ ഇതിനെ ചരിത്രത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അവതരണം എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന ഘട്ടത്തെക്കുറിച്ച് കാണിക്കുകയാണെങ്കിൽ കുറച്ച് കാണിച്ചു എന്ന ആരോപണവും പുറത്തുവന്നു. എന്നാൽ NCERT വിശദീകരിച്ചത് മറ്റൊന്നായിരുന്നു. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാനായി സിലബസ് റാഷണലൈസ് ചെയ്തെന്നായിരുന്നു, രാഷ്ട്രീയ ഉദ്ദേശമൊന്നുമില്ലെന്നുമായിരുന്നു ഇതോടൊപ്പം വന്ന വിവാദം. മറ്റൊരു വലിയ വിവാദം ഉയർന്നത് 12ാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലൂടെയായിരുന്നു. 2002 ഗുജറാത്ത് കലാപം, മഹാത്മാഗാന്ധിയുടെ മരണശേഷം രാജ്യത്തുണ്ടായ ചില രാഷ്ട്രീയ സാമൂഹിക പ്രതികരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ തിരുത്തിയതായും ചില പരാമർശങ്ങൾ നീക്കം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വിമർശകർ ഇതിനെ ചരിത്ര സംഭവങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ശ്രമമെന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ NCERT വാദിച്ചത് വസ്തുതകളിൽ മാറ്റമൊന്നുമില്ല, ഭാഷയിലും അവതരണ രീതിയിലുമുള്ള പുതുക്കലുകൾ മാത്രമാണ് നടത്തിയതെന്നായിരുന്നു. ശാസ്ത്ര പഠന രംഗത്തും സമാനമായ വിവാദങ്ങൾ ഉണ്ടായി. 12ാം ക്ലാസ് സയൻസ് പുസ്തകത്തിൽ നിന്ന് ചാൾസ് ഡാർവിന്റെ പ്രശസ്തമായ പരിണാമ സിദ്ധാന്തം, ദ തിയറി ഓഫ് എവല്യൂഷൻ ഒഴിവാക്കിയതാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഈ ഭാഗം ഒഴിവാക്കിയതോടെ രാജ്യത്തെ ശാസ്ത്രജ്ഞരും വിദ്യാഭ്യാസ പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ശാസ്ത്രീയ ചിന്തയെ പിന്നോട്ടടിക്കുകയാണ്, വിദ്യാർത്ഥികളുടെ ശാസ്ത്രബോധത്തെ ബാധിക്കുമെന്നായിരുന്നു വിമർശനം. എന്നാൽ NCERT വിശദീകരിച്ചത് ഈ വിഷയങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവർത്തനം ഒഴിവാക്കാനാണ് മാറ്റം വരുത്തിയതുമെന്നായിരുന്നു. ഇതുകൂടാതെ ചന്ദ്രയാൻ 3 ദൗത്യത്തെ പുരാണങ്ങളുമായി ബന്ധിപ്പിച്ച് പഠന മൊഡ്യൂളുകളും ചില പാഠപുസ്തകങ്ങളും വിമർശനങ്ങൾക്കിടയാക്കി. ശാസ്ത്രവും ഇന്ത്യൻ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ലക്ഷ്യമെന്ന് ചിലർ വാദിച്ചപ്പോൾ, ശാസ്ത്രീയ വിഷയങ്ങളിൽ പുരാണങ്ങളെ ഉൾപ്പെടുത്തുന്നത് കുട്ടികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന ആശങ്കയും മറ്റു ചിലർ ഉയർത്തി. വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള അതിർത്തി എവിടെയാണ്? ഈ വലിയ ചർച്ചയ്ക്ക് ഇത് വഴിവെച്ചു. ചരിത്രത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എത്തിക്കണോ, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് പുതിയ രീതിയിൽ അവതരിപ്പിക്കണോ? മോഹൻജദാരോയിലെ ഡാൻസിംഗ് ഗേൾ വിവാദം വീണ്ടും ഈ പഴയ ചർച്ചകളെ രാജ്യത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി തീരുമാനം സമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെയും കൈകളിലാണ്. ചരിത്രം സംരക്ഷിക്കണോ അതോ പുനർവായന ചെയ്യണോ എന്നത്.